എന്ത് സുഖം, ഇത്ര ഒരു നന്മ ചെയ്തിട്ട് മരിച്ചുപോയാൽ എന്ത് സുഖം. അള്ളാഹു അങ്ങനെ മരിക്കാൻ തൗഫീഖ് തരട്ടെ, അങ്ങനെ നന്മകൾ ചെയ്ത് മരിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ദൂരെ മാറി നിന്നിട്ട് മലക്കുകൾ ചോദിക്കും അത്രേ. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വന്നതാണ്. ഓരോ ദാസന്മാരെ ഞങ്ങൾ ചോദിക്കേണ്ട ബാധ്യത ഞങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തോട് ഇരിക്കാൻ പറയും, ഒന്ന് എഴുന്നേക്കണം, ഒന്ന് ഇരിക്കണം. എന്നിട്ട് ചോദിക്കും വളരെ ലളിതമായ ശൈലിയിൽ, വളരെ വേഗത്തിൽ, ആരാണ് റബ്ബ്, ആരാണ് നബി, ഏതാണ് ദീന്, അതൊക്കെ വളരെ വളരെ ലളിതമായ രീതിയിൽ ചോദിക്കും. എല്ലാത്തിനും അദ്ദേഹം മറുപടി പറയും. എല്ലാത്തിനും അദ്ദേഹം മറുപടി പറയുമ്പോ മലക്കുകൾ വിളിച്ചു പറയും, അലാ ദാലിക ഹുയീത വഅലാ ദാലിക മുത്താ വതുബഅസു ഇൻഷാ അല്ലാഹ്. ഈ പരിശുദ്ധമായ വചനങ്ങളോടെയാണ് നീ ജീവിച്ചത്, ആ പരിശുദ്ധമായ വചനങ്ങളോടെയാണ് നീ മരിച്ചത്. വഅലാ ദാലിക ബുഇസ്ത ഇൻഷാ അല്ലാഹ് തുബഅസു ഇൻഷാ അല്ലാഹ്. ഇനി ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും നീ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർന്നു വരിക. അതുകൊണ്ട് ഇനി നിന്നെ ശിക്ഷിക്കാൻ ഞങ്ങളില്ല. നീ ഉറങ്ങണേ, സ്വസ്ഥമായി ഉറങ്ങണേ. പുതുമണവാളനും മണവാട്ടിയും ഉറങ്ങുന്നത് പോലെ ഈ മണ്ണറയ്ക്കുള്ളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ ഈ മണ്ണറയിൽ നീ ഉറങ്ങണേ. മലക്കളുടെ പരിപാടിക്ക് പോകും. പിന്നെ ആള് നല്ല ഉറക്കാൻ, ഒന്നും അറിയുന്നില്ല, പിന്നെ ഒന്നും അറിയില്ല. ഈ നന്മകൾ മുഴുവനും ആ ഖബറിലേക്ക് എത്തുകയാണ്. വെറുതെയാണോ നിസ്കരിക്കുന്നത്? ഇപ്പൊ നിസ്കാരം ഇല്ലാത്തവൻ എവിടേക്കാ പോവാ? നോമ്പെടുക്കാത്തവൻ എവിടേക്കാ പോവാ? സക്കാത്ത് കൊടുക്കാത്തവൻ എവിടേക്കാ പോവാ? കുടുംബ ബന്ധം മുറിച്ചവൻ എവിടേക്കാ പോവുക? കുടുംബ ബന്ധം മുറിച്ചിട്ട് മിണ്ടാവലി ഇബാദത്തും ഒക്കെ ആയിട്ട് നടക്കും, അവർക്കും ഒരു ഗുണമില്ല. കുടുംബ ബന്ധം മുറിച്ചിട്ട് ഇബാദത്തും ഒന്നുമില്ല, ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്നവർ സ്വന്തക്കാരെയും ബന്ധക്കാരെയും അവഗണിച്ചുകൊണ്ട്, അവരെ കണ്ടാൽ ചിരിക്കാതെ സംസാരിക്കാതെ, നമ്മൾ മരണപ്പെടാൻ തയ്യാറാണ്. ഞാൻ മരിച്ചാലും, ചില ആളുകളുടെ വാശിയാണ്, ഞാൻ മരിച്ചാലും എന്റെ മയ്യത്തവനെ കാണിക്കരുത്. എത്ര വലിയ കടുപ്പ വാക്കുകളാണ്, എത്ര വലിയ കടുപ്പത്തിന്റെ വാക്കുകളാണ്. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടുണ്ടോ? ഞാൻ മരിച്ചാലും എന്റെ മയ്യത്തവനെ കാണിക്കരുതെന്ന് പറയാൻ ആർക്കാണ് അവകാശം? ആർക്കാണ് അവകാശം? എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എത്ര വലിയ നന്മകൾ ചെയ്താലും മിണ്ടാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആ ഖബറിൽ നമുക്കൊരു ഗുണം ഉണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മഹ്ശറിലേക്ക്, മണ്ണറ മുതൽ മഹ്ശറ വരെ എന്നൊക്കെ പറയുമ്പോഴേ, മഹ്ശറിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് പണിയുണ്ട്. ആ പണിയൊക്കെ തീർത്തിട്ട് പോയാൽ സന്തോഷമായിട്ട് മലക്കുകൾ വരും, ബെൻസുമായിട്ട് വരും. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം അതിലേക്ക് കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. അതില്ല എങ്കിൽ ചങ്ങലകളും കുന്തങ്ങളും ആയുധങ്ങളുമായി മലക്കുകൾ വരും. നമ്മളെ ഇടങ്ങറാക്കി കുത്തി വലിച്ച് കീറി വേദനിപ്പിച്ചു കൊണ്ടുപോകും. പല കോലങ്ങളാണ്, പല കോലങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരായത്ത് ഇറങ്ങിയിട്ടുണ്ട്. فنسيتها وكذلك اليوم تنسى. എന്താണ് സഹോദരങ്ങളെ, ഞാൻ ദുആ ചെയ്യും. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ പടച്ചവനെ. അൽഹംദുലില്ലാഹ് 3000 രൂപ മാഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, പടച്ചവനെ, കരുണയുള്ള നാഥാ, റഹ്മാനായ അല്ലാഹ്, ആ സഹോദരി സഹോദരന്മാരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ റബ്ബേ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഖബറിൽ ശാന്തിയും സമാധാനവും നൽകണേ റബ്ബേ. ഭർത്താവിന് സുഖമില്ല, ദുആ ചെയ്യാൻ 1111 നാദാ. ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, ആ സഹോദരന്റെ ശാരീരികമായ മാനസികമായ രോഗങ്ങളെ
പരിപൂർണമായി നീ ശിഫയാക്കണേ അല്ലാഹുവേ. ഈമാനോടെ മരണസമയത്ത് മരിക്കാൻ ഒരു സഹോദരൻ 2222 രൂപ. ഓ, ഖബർ കേട്ടപ്പോ സഹോദരനെങ്കിലും ഒരു മാറ്റം ഉണ്ടായി. സഹോദരിയാണോ? ആ, സഹോദരനൊന്നുമില്ല, സഹോദരിയൊന്നുമില്ല. അതാ പോട്ടെ. അൽഹംദുലില്ലാ, സഹോദരി ആയിക്കോട്ടെ. നല്ല നിയ്യത്ത്, മാഷാ അല്ലാഹ്. ഓഫ്, അതെന്തൊരു വലിയ മനസ്സാന്നറിയോ. ദുനിയാവും വേണ്ട, ഒന്നും വേണ്ട, മരിക്കുമ്പോ ഈമാനോടെ മരിച്ചാൽ മതിയല്ലോ. ഈമാനോടെ മരിച്ചാൽ ഇതെല്ലാടെ കിട്ടുമല്ലോ. ഖബറിലേക്ക് അങ്ങ് കിട്ടുന്ന സാധനമാണല്ലോ ഇതെല്ലാം. ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها عقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا. നാളെ മഹ്ശറയിലെ വിചാരണയെ ആഗ്രഹിക്കാത്തവർ, നാളെ മഹ്ശറയിൽ ഒരു വിചാരണയുണ്ടെന്ന് പോലും ചിന്തിക്കാത്തവർ, നാളെ മഹ്ശറ വൻസഭയിൽ അവന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യന്റെ കാഹളം, ആ സൂര്യന്റെ ചോട്, അതിലൂടെ മുങ്ങിത്താഴുന്ന മനുഷ്യന്റെ ആ ദയനീയമായ അവസ്ഥകളെ നാളത്തെ ദിവസത്തെ ചിന്തിക്കാത്തവനും വിശ്വസിക്കാത്തവർക്കും അവർക്കുള്ള ആയത്തുകളാണ് ഇത്രയും അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. ഇന്ന യൗമൽ ഫസ്ൽ കാന മീഖാതാ. ആ ഒരു മഹ്ശറ എന്ന് പറയുന്ന മഹാസമ്മേളനം അത് സംഭവമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് നിശ്ചിതമാണ്, അത് പടച്ചവന്റെ തീരുമാനമാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിലൂടെ ഊത്തൂതപ്പെടുമ്പോ മലക്കു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഭയാനകത നിറഞ്ഞ ഊത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടക്കുന്നവരെല്ലാം ഫതഅതൂന അഫ്വാജാ, കൂട്ടം കൂട്ടമായി എഴുന്നേറ്റ് വരികയാണ്, കൂട്ടത്തോടെ എഴുന്നേൽക്കുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്, ഓടി വരികയാണ്. എവിടേക്ക്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനീ അൻ ഹാദിഹിൽ ആയാ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിൽ ഓതപ്പെടുമ്പോ കൂട്ടം കൂട്ടമായി ജനങ്ങളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരപ്പെടുമെന്ന് അല്ലാഹു ഈ ആയത്തിറക്കിയിരിക്കെ നബിയേ, അതിന്റെ അർത്ഥമൊന്ന് അറിയിച്ചു തരുമോ? അതിന്റെ യാഥാർത്ഥ്യമൊന്ന് പറയുമോ? അതിന്റെ മാന എന്താണ്? അതിന്റെ വ്യാഖ്യാനം എന്താണ്? ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാൻ ശദീദാ ഹത്താ ബതല്ലത് ലിഹ്യതുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഈ ആയത്തിന്റെ അർത്ഥം അറിയാൻ വന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുകയാണ്, നിർത്താത്ത കരച്ചിലാണ്, കണ്ണുനീര്
കൊണ്ട് ശരീരം കുതിരുകയാണ്, വസ്ത്രം കുതിരുകയാണ്, തന്റെ മുബാറക്കായ ദാടി രോമങ്ങളിലൂടെ താഴേക്ക് ഇറ്റിറ്റ് വീഴുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഈ ആയത്തിന്റെ അർത്ഥം കേട്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കരഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബലിനോട് പറയുകയാണ്, യാ മുആദ് സഅൽത അൻ അംറിൻ നളീം, നീ ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്, നീ ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്. അതേ മുആദേ, എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് 12 കോലങ്ങളിലാണ്, 12 വിഭാഗങ്ങളായിട്ടാണ്. ഓരോ വിഭാഗങ്ങളും പല പല കോലത്തിലാണ് മുആദ്, പല കോലത്തിലാണ് മുആദ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ കോലത്തെ ഓർത്തിട്ടാണ് ഹബീബായ തങ്ങൾ കരഞ്ഞത്. റസൂൽ കരഞ്ഞുപോയി. 12 ഭാഗങ്ങളായി, വിഭാഗങ്ങളായി മണ്ണറയിൽ നിന്ന് മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. പന്നിയുടെ കോലത്തിലുള്ള രൂപമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. യുബഅസൂന ഫീ ഖുബൂരിഹിം, ഒരു കൂട്ടരെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഫീ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ രൂപത്തിലാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. പന്നികളുടെ കോലത്തിൽ ഒരു വിഭാഗം ആളുകളെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നബിയേ നബിയേ, അതിനുള്ള കാരണം എന്താണ് യാ റസൂലല്ലാഹ്, അതിനുള്ള കാരണം എന്താണ് യാ ഹബീബല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്ത തലകളാണ്, അവരുടെ കോലം മറിക്കപ്പെടുകയാണ്, അവരുടെ മുഖത്തിന്റെ ഭാവം മാറ്റപ്പെടുകയാണ്. പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടുമ്പോ, ഏ യുവാക്കളെ, യുവതികളെ, നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധരായിക്കൊണ്ട് ദുനിയാവിൽ കഴിഞ്ഞുകൂടുമ്പോ നാളെ മഹ്ശറാവൻ സഭയിലേക്ക് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത് ഫീ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ രൂപത്തിലാണ്, പന്നികളുടെ കോലത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. കോലം മറിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ നാഥാ. നാളെ മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ ഇവിടെ നമ്മുടെ